ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ സായാഹ്ന സമയം ഉള്ള ഈ കൂട്ടായ്മയിൽ ദൈവവചനം ശ്രവിപ്പാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഏവർക്കും, വിവിധ ഇടങ്ങളിലായി ടെലിവിഷനിൽ കൂടെ ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായുള്ള കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് നമുക്ക് ദൈവവചനം ധ്യാനിപ്പാനായിട്ട് എബ്രായർക്ക് എഴുതിയതായിട്ടുള്ള ലേഖനത്തിൽ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം. അവർ നമ്മെ കൂടാതെ രക്ഷാപ്രവൃത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഹല്ലേലൂയ. God had provided something better for you. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ചിലത് നല്ലത് കരുതി ഇരുന്നു. ഹല്ലേലൂയ. ബെസ്റ്റ്, ഗുഡ്, ബെസ്റ്റ് 4 സ്റ്റേജുകളാണ്. നല്ലത്, ഏറ്റവും നല്ലത്, അധികം നല്ലത്. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങളെ അതേ കരുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ല കാര്യങ്ങളെ കരുതുന്നവനായിട്ടുള്ളൊരു ദൈവമാണ്. എബ്രായ ലേഖനം വളരെ ഗഹനമായി പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ലേഖനമാണ്. എന്നാൽ ഇതിനകത്ത് നിന്ന് അതിന്റെ പല അധ്യായങ്ങളിലായിട്ട് ദൈവം തന്റെ ജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള 7 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് അത് ധ്യാനിപ്പാനായിട്ട്, ചിന്തിപ്പാനായിട്ട് അത് ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതായിട്ടുള്ള, ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. അതിന്റെ ഒന്നാമതായി കാണുന്നതായിട്ടുള്ള കാര്യം, അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ ഒരു നാമത്തിന്റെ അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഹല്ലേലൂയ. അത് അവിടെ ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ വിശിഷ്ടമായ ഒരു നാമം നമുക്ക് വേണ്ടി അത് കരുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, he provided a better name for us. ഹല്ലേലൂയ. ഒരു ശ്രേഷ്ഠമായിട്ടുള്ള, വിശിഷ്ടമായിട്ടുള്ള ഒരു നാമം അതേ നമുക്ക് വേണ്ടി അത് കരുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഹല്ലേലൂയ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൈവം വെളിപ്പെടുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നു, നീ ആരാകുന്നു എന്ന്. അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, അതെ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുക. ദൈവം തന്റെ നാമം വെളിപ്പെടുത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഞാനാകുന്നു എന്നുള്ളതാകുന്നു. എന്നാൽ അവിടെ വ്യക്തമായിട്ടൊരു മറുപടി അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ദൈവവചനം അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ,
അവിടെ കാണുന്നത് ഹല്ലേലൂയ ദൈവം തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ കൂടെ അതിശ്രേഷ്ഠവും പരിശുദ്ധവും വിശേഷതയുമായിട്ടുള്ള ഒരു നാമം അതേ മാനവരാശിക്ക് വേണ്ടി അതേ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മളുടെ ദൈവത്തിന്റെ വചനം പഠിക്കുന്നതായുള്ള അവസരത്തിൽ അതിൽ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുന്ന അവസരത്തിലും അവിടെ കാണുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാ അതേ ശക്തികൾക്കുമൊക്കെയും മേലായിട്ടുള്ള ഒരു വിശേഷമായിട്ടുള്ള ഒരു നാമം അതേ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്നു. അത് മറ്റാരുടേതുമല്ല, നസറയനായിട്ടുള്ള യേശുവിന്റെ നാമം മാത്രമാണ്. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത്, ഒരു ദിവസം പ്രസംഗിക്കുവാൻ നിൽക്കുമ്പോൾ അവൻ പറയുകയാണ്, ആത്മാവിൽ അവൻ വിളിച്ചു പറയുകയാണ്, അതേ ലോകത്തിൽ അതേ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ആകാശത്തിന്റെ കീഴിൽ അതേ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മറ്റൊരു നാമവും ഇല്ല. ഹല്ലേലൂയ. യേശു എന്ന നാമം ദൈവപൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ അതേ ലേഖനകർത്താവ് പറയുകയാണ്, ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി അതിമഹത്വമായിട്ടുള്ള ബെറ്ററായിട്ടുള്ള അതേ കാര്യങ്ങളെ കരുതിയിരിക്കുന്നു. അതെ നമ്മുടെ ജീവിതത്തിൽ കരുതിയിരിക്കുന്ന ഒന്നാണ് യേശു എന്ന നാമം. ഹല്ലേലൂയ. യേശു എന്ന നാമത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് അത് വളരെയധികം ചിന്തിക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. എന്തെന്ന് ചോദിച്ചാൽ, യേശു എന്ന നാമത്തിന്റെ പേര് എന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അതേ നമ്മോട് കൂടെ ഇരിക്കുന്നതായിട്ടുള്ള അത് നമ്മളെ രക്ഷിക്കുന്നവനായിട്ടുള്ള ഒരു വ്യക്തിയാണ് യേശു എന്നാണ്. ഹല്ലേലൂയ. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ, നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ, നമ്മുടെ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ, നമ്മുടെ എല്ലാ അതേ പ്രയാസങ്ങളിൽ നമ്മളെ വിടുവിക്കുവാൻ അതേ ശക്തമായിട്ടുള്ളൊരു നാമം യേശുവിന്റെ നാമം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നാമത്തിൽ അതേ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അതേ നിനക്ക് ലഭിക്കാൻ തക്കൊണ്ട് സഹായിക്കുന്നതാണ്. ഹല്ലേലൂയ. അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുകയുണ്ടായി, ഹല്ലേലൂയ, നിങ്ങൾ എന്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. ഹല്ലേലൂയ. എന്റെ പിതാവ് നിങ്ങൾക്ക് നൽകിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ നാമം അതിശ്രേഷ്ഠമായിട്ടുള്ള നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അതിന്റെ 7-ാം അധ്യായത്തിൽ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 7-19 മുൻപിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും അല്ല, 19 ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, നാം ദൈവത്തോട് അടുക്കേണ്ടതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, അവിടെ പറഞ്ഞിരിക്കുന്നതായുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, there is a better hope for you. ഹല്ലേലൂയ. നിനക്കൊരു അത് വലിയൊരു പ്രത്യാശ, നല്ല ഒരു പ്രത്യാശ അത് ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ലോകത്തിൽ നമ്മൾ അത് കാണുന്നത്, നമുക്ക് ആശയ്ക്ക് വഴിയില്ലാത്തതായുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ കാണുന്നത്. അതേ സകലത്തിനും നമുക്ക് ഒന്നിലും ഒന്ന് ആശ്രയിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒരു ലോകത്തിലല്ല നമ്മൾ കാണുന്നത്. പണത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കത്തില്ല, നമ്മുടെ സൗന്ദര്യത്തിൽ ആശ്രയിക്കുവാൻ പ്രത്യാശ വയ്ക്കുവാനായിട്ട് സാധിക്കത്തില്ല, യാതൊന്നിലും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് അത് സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതെ തന്നെ മക്കൾക്ക് വേണ്ടി അവൻ വലിയൊരു പ്രത്യാശ, അതെ നല്ല ഒരു പ്രത്യാശ ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്, ദൈവപൈതലിന്റെ ഈ ലോകത്തിലെ അതേ നശ്വരമായിട്ടുള്ള ലോകത്തില് പ്രത്യാശയില്ലാത്തതായിട്ടുള്ള പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ലാത്തതായിട്ടുള്ള ഈ ലോകത്തിന് അപ്പുറമായിട്ട് ഹല്ലേലൂയ അതേ നിത്യമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവം ഉണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നമ്മൾ കേൾക്കുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ എന്ത് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അത് നിത്യമായി ദൈവവുമായി ഒന്നിച്ച് അതേ വാസം ചെയ്യുന്നതായിട്ടുള്ളൊരു നിത്യജീവന്റെ അനുഭവത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. അത് ദൈവം
തന്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ഈ വലിയൊരു പ്രത്യാശ എല്ലാ മനുഷ്യ ജീവിതത്തിലും അവകാശപ്പെടുവാനായിട്ടാണ്, നേടിയെടുക്കുവാനായിട്ടാണ്. അതെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം അവൻ ലോകത്തെ അതെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരും നശിച്ചു പോകാതിരിക്കാതെ ഈ നിത്യജീവന്റെ പ്രത്യാശ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാനായിട്ടാണ് യേശുവേ എന്ന വലിയ നാമം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു വലിയ പ്രത്യാശ അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശ മറ്റൊന്നുമല്ല, നിത്യജീവിതത്തിന്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതെ നമ്മളൊക്കെയും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീർന്നുവെങ്കിൽ ഈ ഒരുക്കി വെച്ചിരിക്കുന്നതായുള്ള വലിയ പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സകലതും നേടിയാലും ഹല്ലേലൂയ അവന്റെ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഹല്ലേലൂയ അവന് യാതൊരു വിലയും ഇല്ലാത്തതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വിലയേറിയത് അവന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ മനുഷ്യ ജീവിതത്തിന് യാതൊരു വിലയുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ ആ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രത്യാശ അത് നമ്മുടെ ജീവിതത്തിൽ അവൻ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊന്ന് ഇവിടെ ഈ ലേഖനത്തിൽ അടുത്തതായി നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം ഹല്ലേലൂയ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന് മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ഒരു ശുശ്രൂഷയും വെച്ചിരിക്കുന്നു. അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് അതേ ഞാൻ സൂചിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ പറയാണ് വിശേഷതയേറിയ അതേ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അവിടെ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബെറ്റർ പ്രോമിസസ് ഫോർ യു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അതേ വിശേഷതയേറിയതായിട്ടുള്ള അതിമഹത്തായിട്ടുള്ള അതേ ശ്രേഷ്ഠമായിട്ടുള്ള വാഗ്ദത്തങ്ങളെ അവൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതേ പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ അതേ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിമഹത്വമായിട്ടുള്ള അതേ വിശേഷിതായ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അതേ വാഗ്ദത്വവും അവൻ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതേ പ്രഷ്യസ് ആയിട്ടുള്ള വിലയേറിയതായിട്ടുള്ള വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുകയാണ്. ഇത് ദൈവവചനം മുഴുവനായും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. ഹല്ലേലൂയ. അതെ, പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ അബ്രഹാമിന്റെ ചരിത്രം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അവന് വലിയ വാഗ്ദത്തങ്ങളെ അത് നൽകുന്നതായിട്ട് കാണുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിന്നിൽ കൂടെ അതേ സകല ജാതികളെയും അനുഗ്രഹിക്കുമെന്ന് ദൈവം അവനോട് പറയുകയുണ്ടായി. നിനക്കൊരു വാഗ്ദത്ത ദേശം ഒരുക്കിയിട്ടുണ്ട് എന്ന് ദൈവം അവനോട് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമമൊക്കെയും അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നൽകി തരുമ്പോൾ ഹല്ലേലൂയ പുതിയ നിയമത്തിലേക്ക് വരുന്നതായിട്ടുള്ള അവസരത്തിൽ പുതിയ നിയമത്തിൽ കാണുന്നതായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട്. ഹല്ലേലൂയ. അതേ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള വലിയ വ്യക്തിയായിട്ടുള്ള യേശു ക്രിസ്തു അവൻ തന്റെ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ അതിമഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അനേക വാഗ്ദത്തങ്ങളെ അതേ നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കും, ഈ ലോകത്തിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് ആരും സഹായമില്ലല്ലോ, എന്നെ വിടുവിപ്പാൻ എന്റെ കാര്യങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മധ്യത്തിൽ എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ലല്ലോ എന്ന് നീ ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനമാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ എപ്പോഴും നിന്നോടുകൂടെ ഇരിക്കുമെന്ന് അതേ ദൈവം കർത്താവ് അതേ നമ്മൾക്ക് വേണ്ടി അതിമഹത്തായിട്ടുള്ള വലിയ 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 വാഗ്ദത്തം അതേ നമുക്ക് നൽകി തന്നിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി മഹത്തായിട്ടുള്ള വിലയേറിയതായിട്ടുള്ള വിശേഷതയായിട്ടുള്ള അതേ പ്രോമിസസ് നൽകി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതായിട്ടുള്ള മറ്റൊരു സംഗതി 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇപ്പോൾ വായിച്ചതായിട്ടുള്ള വാക്യത്തിലും 8-ാം അധ്യായം 6-ാം വാക്യത്തിലും കാണുന്നതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുകയാണ്, 7-ന്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആണകൂടാതെയല്ല എന്നതിനൊത്തവണ്ണം വിശേഷതയേറിയ ഒരു നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്നത് അതേ എ ബെറ്റർ കവനന്റ് ഫോർ യു. ഹല്ലേലൂയ.
വിശേഷതയേറിയതായിട്ടുള്ളൊരു നിയമം അതിൽ നമുക്ക് നൽകി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ നമ്മൾ പഠിക്കാൻ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം തന്നെയാണ്. ദൈവത്തിന്റെ വചനത്തെ രണ്ടായിട്ടാണ് വിഭാഗിച്ചിരിക്കുന്നത്. ഒന്ന് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. ഹല്ലേലൂയ. പഴയ നിയമം നമ്മൾ പഠിക്കുന്നതായുള്ള അവസരത്തിൽ അതിനകത്തെ നിയമങ്ങളുടെ ഏറ്റവും ന്യായപ്രമാണം എന്നറിയപ്പെടുന്നതായിട്ടുള്ള ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഹല്ലേലൂയ മോശയുടെ നിയമങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ നിയമങ്ങൾ അല്ലെങ്കിൽ പഴയ നിയമങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പുതിയ നിയമമായി ദൈവത്തിന്റെ വചനം നമ്മളെ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും നമ്മൾ കാണുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ പുതിയ നിയമമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വ്യത്യാസം മാത്രം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും വളരെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം നിങ്ങൾ പോയി വീട്ടിൽ നിന്ന് വായിച്ചു നോക്കണം. 2 നിയമങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഒരു വ്യത്യാസം നിങ്ങളുടെ മുൻപിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. ഹല്ലേലൂയ. എന്താകുന്നു എന്ന് ചോദിച്ചാൽ, പഴയ നിയമം ജീവിതത്തിൽ അവന് രക്ഷ പ്രാപിപ്പാനായിട്ടും അവന് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ടും അവൻ പ്രവൃത്തിയിൽ കൂടെ മാത്രമേ ന്യായപ്രമാണം പ്രവൃത്തിയിൽ വരുത്തിയെങ്കിൽ മാത്രമേ അവനത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമത്തിൽ അനേക യാഗങ്ങളൊക്കെയും ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യൻ പാപം ചെയ്തു കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ യാഗമൃഗത്തെ കൊണ്ടുവന്ന് യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കുമ്പോൾ മാത്രമാണ് അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവനത് പ്രവൃത്തിയിൽ വരുത്തിയെങ്കിൽ മാത്രമേ അവന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നീ പ്രവൃത്തിയിൽ കൂടിയല്ല, നിനക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതിന് വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രവൃത്തിയും വിശ്വാസവുമാണ് ഹല്ലേലൂയ ഇതിന്റെ പ്രധാനപ്പെട്ടതായുള്ള ഒരു വലിയ വ്യത്യാസമായി ഞാൻ നിങ്ങൾ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന നിയമത്തിന് അതിനെക്കുറിച്ച് ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇതൊരു ബെറ്റർ കവനന്റ് ആണ്. ഹല്ലേലൂയ. ഒരു പുതിയ വലിയതായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അതിമഹത്തായിട്ടുള്ള ഒരു നിയമമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ ഹല്ലേലൂയ ഇത് ആത്മാവിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയാവുന്നു പുതിയ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവെന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. ദൈവം ആത്മാവാകുന്നു എന്നാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഹല്ലേലൂയ പുതിയ നിയമത്തിൻ്റെതായുള്ള പ്രവൃത്തി. ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവാണ് പുതിയ നിയമത്തിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് വളരെ ദൈവമാകുന്ന ആത്മാവാകുന്ന ആ ന്യായപ്രമാണമാണ്, അല്ലെങ്കിൽ ആ പ്രമാണമാണ് പുതിയ പ്രമാണം. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള എ ബെറ്റർ കവനന്റ് ഫോർ യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്, അതിശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു വിഷയം. ഹല്ലേലൂയ. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്ന ആവശ്യം സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എ ബെറ്റർ സാക്രിഫൈസ്. ഹല്ലേലൂയ. ഒരു നല്ല യാഗം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വർഗീയമായതിനു വേണ്ടി കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നല്ലോ. ഹല്ലേലൂയ. സ്വർഗീയമായതിനു വേണ്ടി ഒരു നല്ല യാഗം ആവശ്യമെന്ന് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഈ അധ്യായത്തിന്റെ ഭാഗങ്ങൾ ശ്രദ്ധയോട് വായിച്ചാൽ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നതായുള്ളൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിലൊക്കെയും പഴയ പ്രവൃത്തിയിലൊക്കെയും കാണിച്ചിരിക്കുന്നതായിട്ടുള്ള യാഗങ്ങളെ കുറിച്ചൊക്കെയും വിശദീകരിച്ചിട്ട് ആ യാഗങ്ങളിൽ കൂടെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള അവന്റെ പദ്ധതിയുടെ പൂർത്തീകരണം അതിൽ കൂടെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മാനവരാശിയുടെ പാപത്തിൽ നിന്നുള്ള മോചനം പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുന്നതായിട്ടുള്ള യാഗങ്ങളിൽ കൂടി ഒന്നും സാധ്യമായി തീരുന്നില്ല. എന്നാൽ ദൈവം വലിയൊരു നല്ലതായിട്ടുള്ളൊരു യാഗം ഒരുക്കി. ഹല്ലേലൂയ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ സ്വർഗീയമായതിനെ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്വർഗീയമായതിനു വേണ്ടി ദൈവം നല്ലൊരു യാഗം ഒരുക്കി.
ആ യാഗം മറ്റൊന്നുമല്ലല്ലോ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, കാൽവരി ക്രൂസിൽ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ വലിയതായിട്ടുള്ള യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ വചനപ്രകാരം, അതേ പഴയ നിയമത്തിന്റെ പ്രമാണപ്രകാരം, അല്ലെങ്കിൽ മോശയിൽ കൂടെ കൊടുത്തതായിട്ടുള്ള പ്രമാണപ്രകാരം, ഹല്ലേലൂയ, ഊനമില്ലാത്തതായിട്ടുള്ള ഒരു മൃഗത്തെയാണ് യാഗം കഴിക്കേണ്ടത്. പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ഊനമില്ലാത്ത ഒരു മൃഗത്തെയോ പക്ഷിയോ മാത്രമേ അതേ യാഗം കഴിക്കാവൂ എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അതേ പഴയ നിയമത്തിൽ പല യാഗങ്ങൾ നടന്നെങ്കിലും അതൊക്കെ ഊനമുള്ളതായിട്ടുള്ള മൃഗങ്ങളും ഊനമുള്ളതായ പക്ഷികളും ഊനമുള്ള കരങ്ങൾ കൊണ്ടുമാണ് യാഗങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ചതുപോലുള്ള അവന്റെ ആ അതേ പൂർത്തീകരണം, രക്ഷാപൂർത്തീകരണം അതേ സാധിക്കാതെ വന്നപ്പോൾ, ഹല്ലേലൂയ, ഊനമില്ലാത്തതായിട്ടുള്ളൊരു യാഗമാണ് അതേ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അതേ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവനെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നത് അതേ നിഷ്കളങ്കവും അതേ നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയതായിട്ടുള്ള രക്തമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നിഷ്കളങ്കനും അതേ നിർദോഷിയുമായിട്ടുള്ള വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനിൽ ഒരു കുറ്റവും ആർക്കും കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. പീലാത്തോസ് അവനെ വിസ്തരിച്ചപ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ അതേ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ പട്ടികയിൽ ഒന്ന് പറഞ്ഞിരിക്കുകയാണ്, അവൻ നല്ലൊരു യാഗവും അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ വേറൊരു യാഗം അത് ഒരുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്നും യാഗം ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടോ ഒന്നുമല്ല ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ കർത്താവിന്റെ ഈ യാഗത്തിൽ കൂടെ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വിടുതലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ആ കാൽവരിയുടെ യാഗത്തിന്റെ മുൻപിലേക്ക് നീ കടന്നു ചെല്ലുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഏത് പാപത്തെയും കഴി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ആ കുഞ്ഞാടിന്റെ രക്തം വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, നിനക്കൊരു വലിയ അതെ വിലപ്പെട്ടതായിട്ടുള്ളൊരു അതേ സാക്രിഫൈസ്, ഹല്ലേലൂയ, എ ബെറ്റർ സാക്രിഫൈസ്, യാഗം ഒരുക്കിയിരിക്കുന്നു. അതിമഹത്തായിട്ടുള്ള എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. Praise the Lord. Hallelujah. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. He prepared a better city for you. ഹല്ലേലൂയ. ദൈവം അതിമഹത്തായിട്ടുള്ള കാര്യങ്ങളെ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിനക്ക് വേണ്ടി അവൻ നല്ലൊരു നഗരം ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നല്ല സിറ്റി ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ അതേ അനേക മനോഹരമായിട്ടുള്ള അതേ നഗരങ്ങളൊക്കെയും നമുക്ക് അതേ കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പട്ടണമായി ഇന്ന് അതേ പറയപ്പെടുന്നത്, ഹല്ലേലൂയ, ഹോങ്കോങ് സിറ്റിയാണ്. മനോഹരമായിട്ടുള്ള സിറ്റി ആയിട്ടാണ് അതിനെ കാണുന്നത്. പലരും അവിടെ കാണാനായിട്ടൊക്കെയും കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അതിമനോഹരമായിട്ടുള്ള ഒരു അതേ പട്ടണം അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിന്റെ 19-20 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ പട്ടണത്തിന്റെ വിശേഷതയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനം എടുത്ത് വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് സ്വർണ്ണ തെരുവീതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു നഗരം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു രാജ്യം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവരാജ്യമെന്ന് അതേ ദൈവത്തിന്റെ വചനത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യമെന്ന് അതേ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപ് അതേ യോഹന്നാൻ പറയുമ്പോൾ അതേ പറയുന്നത്, ഞാൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിപ്പാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞു, അതേ യോഹന്നാനെ തടവിലാക്കി കഴിഞ്ഞപ്പോൾ യേശു അവന്റെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗരാജ്യം എന്തിനു വേണ്ടി? ഹല്ലേലൂയ. അതേ തന്നിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള
നഗരമാണ്. ആ സ്വർഗരാജ്യത്തിൽ ഒരു രാജാവുണ്ട്. ആ രാജാവ് ആരാകുന്നു ചോദിച്ചാൽ നമ്മുടെ നസറേയനായുള്ള യേശുവാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം പറയാണ് അവൻ അതേ രാജാവായി അതേ വരുന്നതായിട്ടുള്ള ഒരു സന്ദർഭമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരു നല്ല നഗരം ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവളെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അതേ നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് മുറ്റേക്ക് പോവുകയാണ്. എന്നാൽ ഞാൻ പോകുന്നത് എന്തിനു വേണ്ടി ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, നമ്മുടെ നാട്ടില് ഏറ്റവും അതിമനോഹരമായിട്ടുള്ളൊരു അതേ വലിയ ലോകത്തിലെ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണല്ലോ താജ്മഹൽ. ഹല്ലേലൂയ. അത് അനേക വർഷങ്ങൾ കൊണ്ട് ഹല്ലേലൂയ അതേ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അതേ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നത്. അതിമനോഹരമായിട്ടുള്ള താജ്മഹൽ. ഹല്ലേലൂയ. എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്രയോ ശില്പികൾ അവരുടെ അതേ ബുദ്ധിയും വൈഭവവും വെളിപ്പെടുത്തിയതായിട്ടുള്ള ഒരു ലോകത്തിലെ ഒരു അത്ഭുതമാണ് താജ്മഹൽ. അതെ, എന്നാൽ പ്രിയപ്പെട്ടവർ ഓർത്തുകൾ വേണം. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നഗരം ഒരുക്കുവാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ്, നിനക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് അതേ നമുക്ക് വേണ്ടി ഇന്നും ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിന്റെ അതിമനോഹരതായ ശ്രേഷ്ഠത എത്ര വലുതാണ്. ഹല്ലേലൂയ. തന്റെ അതേ മണവാട്ടിയാകുന്ന സഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ, തന്റെ വിശ്വാസികൾക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള നഗരം. അത് നിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അതേ കാണുവാനായി നിനക്ക് സാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായലേഖന കർത്താവ് ഇവിടെ പറയുകയാണ്, നിനക്ക് വേണ്ടി അതിമനോഹരമായിട്ടുള്ള ഒരു നഗരവും അവൻ ഒരുക്കിയിരിക്കുന്നു. ഒരു കാര്യം ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള മറ്റൊരു വലിയ പ്രത്യേകത അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. സ്ത്രീകൾക്ക് തങ്ങളുടെ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണവും കൈക്കൊള്ളാതെ ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടത്. ഹല്ലേലൂയ. എ ബെറ്റർ റിസറക്ഷൻ. ഹല്ലേലൂയ. ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പ് അതേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന അതേ ലോകത്തിന്റെയൊക്കെയും ചിന്തകൾ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ വിശ്വാസമാണ് ഹല്ലേലൂയ, അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും അതേ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അതേ അവൻ താൻ തന്നെ അതേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യാശയുണ്ട്, നമുക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അത് മാത്രമല്ല, കർത്താവ് അതേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, അവൻ മരണത്തിൽ ആയവരെ ഉയർപ്പിക്കൂടെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. മരണത്തിൽ താൻ ഉയർത്തതുപോലെ തന്നെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അവനിൽ വിശ്വസിച്ചതായിട്ടുള്ള, അവന്റെ ശക്തി പ്രാപിച്ചതായിട്ടുള്ള അവന്റെ ശിഷ്യന്മാര് അനേകരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളിൽ നമുക്കൊരു നല്ല ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഹല്ലേലൂയ അതെ ഞാൻ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മരണത്തിൽ നിന്നൊക്കെയും അതെ നമ്മൾ ഭേദപ്പെട്ടവരായി അത് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക് നമുക്ക് അതെ കടന്നു വരുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എബ്രായലേഖന കർത്താവ് പറയുകയാണ്, തന്റെ മക്കൾക്ക് വേണ്ടി അവൻ അതെ നല്ലതായിട്ടുള്ള ചില കാര്യങ്ങളെ കരുതിയിരിക്കുന്നു. നമുക്ക് അവനൊരു നല്ല നാമം കരുതിയിരിക്കുന്നു. അവൻ നമുക്കൊരു പ്രത്യാശ കരുതിയിരിക്കുന്നു. അവൻ നമുക്ക് വാഗ്ദത്തങ്ങളെ കരുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമുക്ക് നല്ലൊരു യാഗം ഒരുക്കിയിരിക്കുന്നു. നല്ലൊരു നിയമം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് നമുക്കൊരു പ്രത്യാശ ഒരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നമുക്കൊരു ഭവനം ഒരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ നമുക്ക് അവൻ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പും ഒരുക്കിയിരിക്കുന്നു. ഈ വലിയ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനം കേട്ട് ഹല്ലേലൂയ ഈ നല്ല ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല അവസ്ഥകളിലേക്ക് പ്രവേശിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ